നമസ്തേ. എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. സർവശ്രേഷ്ഠനായ എൻ്റെ ഉപാസനാമൂർത്തികൾ സർവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നക്ഷത്രമൂർത്തികൾ പറയുന്നത് ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് മൂർത്തികൾ പറയുന്നത്. മുഖ്യമായിട്ടും ആയില്യ നക്ഷത്രക്കാരെ അനുഭവിക്കുന്ന, അതായത് രോഗദുരിതങ്ങളാലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലോ തൊഴിൽ പരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മൂർത്തികൾ സംസാരിക്കുന്നത്. അതായത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ആയില്യ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് ഒരു ഇറക്കം വരികയും കുറവ് വരികയും സമാധാനത്തിൽ കുറച്ചൊന്ന് സന്തോഷത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് മൂർത്തികൾ അനുഗ്രഹിക്കുന്നു. ഇതിൽ ഈ ആയില്യ നക്ഷത്രക്കാർ സ്ത്രീയും പുരുഷനും ഈ രണ്ട് ആൾക്കാരും മഹാദേവൻ, വിഷ്ണുദേവൻ, സർപ്പങ്ങൾ, ഈ മൂന്ന് ശക്തികളെയും നിരന്തരം ആരാധിക്കുക, നിരന്തരം അവരെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ദിവസവും ഇരുന്ന് ധ്യാനിക്കണമെന്നല്ല മൂർത്തികൾ പറയുന്നത്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലും, മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിലും സർപ്പക്കാവുകളിലാണ് പോകേണ്ടത്. ക്ഷേത്രങ്ങളിലിരിക്കുന്ന സർപ്പങ്ങളുടെ തല്ല പോകേണ്ടത് സർപ്പക്കാവുകളിൽ. ഇപ്രകാരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അത് പോകുന്നതിനും നിയമമുണ്ട്. മൂർത്തികൾ പറയുന്ന നിയമം എന്ന് പറയുന്നത് ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്, ആദ്യം വിഷ്ണു ക്ഷേത്രത്തിലും രണ്ടാമത് സർപ്പക്കാവിലും മൂന്നാമത് മഹാദേവനെയും പോയി കാണണമെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അത് എന്ത് ദുരിതമായിരുന്നാലും, സാമ്പത്തികപരമായിട്ടോ ശാരീരികമായിട്ടോ രോഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഇറക്കം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ യാതൊരു സംശയം വേണ്ട. അതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 23 വയസ്സ്, 27 വയസ്സ്, 33 വയസ്സ് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളാണിത് കേൾക്കുന്നതെങ്കിൽ അവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണിത്. ഇത്രയും ഈ 3 വയസ്സ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മൂർത്തിയിൽ വീണ്ടും പറയുന്നത് 53 വയസ്സ്. അപ്പോൾ ഇത്രയും വയസ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഇത് ഈ വയസ്സിലുള്ളവരാണ് കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് മൂർത്തിയിൽ പറയുന്നത്. അവർ കൃത്യമായിട്ടും മുടങ്ങാതെ ഈ പറയപ്പെടുന്ന 3 സ്ഥലത്തും 3 മാസം ചേർത്തുകൊണ്ട്, അതായത് മാസത്തിൽ ഒരു തവണ, അങ്ങനെ 3 മാസം മുടങ്ങാതെ പോകണമെന്നാണ് പറയുന്നത് ഈ 3 അപ്പോൾ 3 മാസങ്ങളിൽ നിങ്ങൾ മുടങ്ങാതെ പോകണം, മാസത്തിൽ ഒരു ദിവസം. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഈ 3 മാസം പോയി കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന പ്രായത്തിൽ ഉള്ള പെൺകുട്ടികൾ, ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് സർപ്പത്തിൻ്റെ ദോഷം ഉള്ളതായിട്ട് മൂർത്തികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു മാറ്റം വരണമെങ്കിലോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടണമെങ്കിലോ ഈ പറയുന്ന പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ അതിൽ നിന്നൊരു വിടുതൽ എന്തായാലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഉന്നതി തീർച്ചയായിട്ടും ഉണ്ടാവും, അതിൽ യാതൊരുവിധ സംശയം വേണ്ട. ലോട്ടറിയിലൂടെ സമ്മാനത്തുകകൾ, അത് ചെറുതോ വലുതോ ആയിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമാണ് വരുന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് എല്ലാവർക്കും ഇല്ല. മൂർത്തികൾ പറയുന്നത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ 36 വയസ്സ്, അങ്ങനെയല്ലേ മൂർത്തികൾ? 36 വയസ്സാണ് മൂർത്തികൾ പറയുന്നത്. 36 വയസ്സ് സ്ത്രീകൾക്ക്, 36 വയസ്സ് പ്രായത്തിലുള്ള അവർ പോയി ടിക്കറ്റ് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊന്ന് സമ്മാനത്തുക കിട്ടും. ചെറുതോ വലുതോ ആയിരുന്നാലും കിട്ടും. പുരുഷനാണെങ്കിൽ 45 വയസ്സ്, 53 വയസ്സ്, 57 വയസ്സ്, 62 വയസ്സ്
ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്ന മൂർത്തികൾ. അപ്പോൾ ആ പ്രായത്തിലുള്ളവർ പോയി പുരുഷന്മാർ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, വലിച്ചു വാരി എടുക്കുകയും ചെയ്യരുത്. ഒരു ടിക്കറ്റ് 2 ടിക്കറ്റൊക്കെ എടുക്കാവും ഒരു ദിവസം. അപ്പോൾ ഈ കാലയളവിൽ, അതായത് ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലോട്ടറി എടുക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് 35 വയസ്സ് എന്ന് പറഞ്ഞാൽ ആ 35 വയസ്സ് ആരംഭിച്ച് തീരുന്നിടം വരെ, അതുവരെ ഉള്ളൂ സൗഭാഗ്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് 90 ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ആ കിട്ടുന്ന കാലയളവിലാണ് നിങ്ങൾക്ക് ലോട്ടറിയിലൂടെ സമ്മാനത്തുക തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഈ പ്രായം പറഞ്ഞിരിക്കുന്ന പ്രായത്തിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ ഉയർച്ചയുണ്ടാവും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാവും, തൊഴിൽ ഉന്നതി ഉണ്ടാവും. ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ട്, ഇവിടെ മൂർത്തികൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശാരീരിക ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് അത് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് എത്രയും പെട്ടെന്ന് പോയി ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോവുക. അവിടെ ചെന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ട സഹായം അവിടെ നിന്ന് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പം ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക, പോയി ചെയ്യുക. എല്ലാവരെയും എൻ്റെ സർവശക്തിയായ എൻ്റെ ഉഗ്ര ഉപാസനാമൂർത്തികൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരുന്നതായിരിക്കും. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേര് നക്ഷത്രവും ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല, വഴി പോലെ ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരുത്തട്ടെ എന്നും നല്ലത് മാത്രം വരുത്തണമെന്നും സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ തന്ന് നിങ്ങളെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപാസനാമൂർത്തികൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിവതും ഞാൻ എല്ലാവർക്കും വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ.